കൈ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. തീരെ ബാക്കിലായിട്ടാണ് നമ്മുടെ ശിവന്റെ ഈ വലിയ സ്റ്റാച്ചു ഉള്ളത്. ലൈറ്റ് ആയിട്ട് കാണാം വെള്ളച്ചാട്ടം കണ്ട ദൂരെ നിന്നല്ലേ. ഇപ്പോഴും മഞ്ഞൊക്കെ ഇങ്ങനെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടില്ല, ആര്യഭവൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നേക്കുന്നത്, ഗാന്ധിപുരത്തിനടുത്ത്. ഇവിടെ ഇല്ല, നമ്മുടെ റെസ്റ്റോറൻറ്റിനകത്ത് ടെമ്പിളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാവേ. റെസ്റ്റോറൻറ്റ് കയറി തന്നെ വരുമ്പോൾ തന്നെ ടെമ്പിളാണ്. ഇതാണ് എൻട്രൻസ് വരുന്നത്. മറ്റേ ഇവിടെ സൈഡിൽ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. പുതിയതായിട്ട് തുടങ്ങിയതാണെന്ന് അറിയത്തില്ല, ഫുള്ളായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിലെ മിക്ക ഹോട്ടലുകളും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതുണ്ട്, അകത്ത് പൂജ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് തൊഴാനൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. ചെരുപ്പ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. പൂജകൾ കാര്യങ്ങളൊക്കെ അവിടെ അകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ റെസ്റ്റോറൻറ്റ് ഫുള്ളായിട്ട്. ഇത് കഴിഞ്ഞിട്ട് ബാക്കിലാണ് സിറ്റിംഗ് ഏരിയ ഒക്കെ വരുന്നത്. ഇവിടെ സ്വീറ്റ്സിൻ്റെ ഒക്കെ സെക്ഷനായിട്ട് നല്ല രസമുണ്ട്. പക്ഷെ രാവിലെ ഇവിടെ പൊഹയൊക്കെ ഉണ്ട്, മറ്റേ പൂജയൊക്കെ ചെയ്തതിൻ്റെ ഇതായതുകൊണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേല്ലേ, നമ്മുടെ ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തിയും പിന്നെ ഇവിടുത്തെ കുറുമാക്കറി, കടലക്കറിയുണ്ട്, സാലഡുണ്ട്, പിന്നെ ഒരു കട്ടൻ ചായ. ഇവരുടെ വെള്ളത്തിൻ്റെ ഗ്ലാസ് ഉണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് അലൂമിനിയം ഗ്ലാസ് ആണോ ഇത്? സിൽക്കാണോ? പടാ ചുമ്മാ ആക്കണതാണോ? എന്തത്? ഇത് നല്ല രസമുണ്ടല്ലോ ഇതിന്റെ ഗ്ലാസ് കാണാനായിട്ട്. ഇവിടെ ഫുൾ പൂജ ചെയ്ത് പടലങ്ങളാൽ നിറച്ചിരിക്കുകയാണ് ഇവരിവിടെ. കണ്ടോ ഗായ്സ്, നമ്മൾ അങ്ങനെയില്ലേ, ഉച്ച കഴിഞ്ഞ് നേരെ ലോട്ടസ് ടെമ്പിളിലോട്ട് പോകാനാണ് ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോൾ ലേറ്റായി. പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വന്നേക്കുന്ന എവിടേക്കാണെന്നറിയാമോ? ആദിയോഗിയുടെ, നമ്മുടെ ശിവന്റെ സ്റ്റാച്ചു ഇല്ലേ, അതുള്ള ആദിയോഗി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വന്നേക്കുന്നത്. ഇതൊരു ഇഷ ഫൗണ്ടേഷൻ്റെ അണ്ടറിലുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ എൻട്രൻസ് ആണ് എൻ്റെ ബാക്കിൽ കാണുന്നത്. പിന്നെ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അകത്തോട്ട് പോയി വീഡിയോസ് അലൗഡ് ആണോ എന്ന് അറിയത്തില്ല, എങ്കിലും മാക്സിമം എങ്ങനെയെങ്കിലും ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇവിടോട്ട് വരുന്നതിൻ്റെ കിലോമീറ്റർ എന്ന ദൂരം ഉണ്ട്? 28 കിലോമീറ്റർ, കോയമ്പത്തൂർ 28 കിലോമീറ്റർ കറക്റ്റ് ആണോ? ഓക്കെ. പിന്നെ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ ഗ്രാമപ്രദേശം പോലെയാണ്, ഭയങ്കര അതാ ഈ പുറയിലൊക്കെ കണ്ടില്ലേ, ഫുൾ പച്ചപ്പൊക്കെ ആയിട്ട്. ഞാൻ എവിടെ പോയാലും ഈ പച്ചപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഫുൾ മലയാണ്, അങ്ങ് വലിയ വലിയ മലകളും മഞ്ഞും. ഞങ്ങൾ പിന്നെ ഇവിടെ ലേസർ ഷോ ഉണ്ടെന്ന്, മറ്റേ ശിവന്റെ സ്റ്റാച്ചുവിലല്ലേ ലേസർ ഷോ ഉണ്ടാവാറുണ്ട്. മഴ ഇല്ലാന്നുണ്ടെങ്കിലേ കാണാൻ പറ്റും. ഇപ്പം പക്ഷെ ഞങ്ങൾ വന്നപ്പോൾ ചെറുതായിട്ട് ഇതാ പൊടിക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ മഴ പെയ്താൽ അവര് 6 മണി വരെ മഴ പെയ്താൽ ഇവര് ചെയ്യത്തില്ല. ഞാനിവിടെ തണുത്തിരിക്കണം, മുടിയൊക്കെ ഞാൻ കെട്ടിയിട്ട് അപ്പുറത്തെ പറമ്പിൽ പോന്നു. ഇതാ എന്താ അടിപൊളി പ്ലേസ് ആണ്, നോക്കിയേ കണ്ട. അതാണ് ആദ്യം നിങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇത് വേറെ ഒരു സംഭവം ഞാൻ കണ്ടുപിടിച്ചറിയാമോ? ഇതുവഴി ബസ് റൂട്ടാണ്, വേറെ എങ്ങോട്ടേക്ക് ബസ്സൊക്കെ പോകണ്ട. അടിപൊളി സ്ഥലം, തണുപ്പ്, മല. ഞങ്ങൾ വന്ന സമയത്ത് നല്ല മഴ. ആ കോയമ്പത്തൂരൊക്കെ എന്ത് വെയിലായിരുന്നു, വെയിലും കയറ്റി. ഇവിടെ വന്നപ്പോ മഴ. ഇത് ആക്ച്വലി ഇല്ലേ നമ്മുടെ സദ്ഗുരുവിന്റെ അണ്ടറിലുള്ള ഇഷ ഫൗണ്ടേഷന്റെ അണ്ടറിലുള്ളതാണ് ഈ നമ്മളുടെ സ്റ്റാച്ചു എന്ന് പറയുന്നത്. ഇത് ഏകദേശം 112 അടി ഹൈറ്റ് ഉണ്ട്, ഏകദേശം 25 മീറ്റർ വീതിയുണ്ട്. സ്റ്റീൽ വെച്ചാണ് ഇത് കംപ്ലീറ്റ് പണി ചെയ്തേക്കുന്നത്. ഒരു 6 മാസം കൊണ്ടാണ് ഇത് ഫുൾ ഇത് പണി തുടങ്ങിയപ്പോൾ ഭയങ്കര വാർത്തയായിരുന്നു. 2 വർഷത്തെ പ്ലാനിങ്, പക്ഷെ 6 മാസം കൊണ്ട് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തെടുത്ത്. പക്ഷെ ഇതിന്റെ ഇന്ന് മഴ ലേസർ ഷോ, ഇത് ഇത്ര അടുത്ത ലേസർ ഷോ ഒന്നിനും കാണാൻ പറ്റില്ല നമുക്ക്. വേൾഡിലെ ഏറ്റവും ലാർജസ്റ്റ് നമ്മുടെ പ്രതിമയാണ്, സ്റ്റാച്ചു ആണ് ഏറ്റവും. ഇവിടെ ഇത് കൂടാതെ യോഗയുടെ കോഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തു, ഫ്രീ ആയിട്ടാണ്. ഫ്രീ ആയിട്ടാണോ? അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇങ്ങോട്ട് വരുന്ന ലൊക്കേഷൻ എങ്ങനെയാണെന്ന് പറയുമ്പോൾ, നമ്മുടെ കോയമ്പത്തൂരിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ മാറി വെള്ളിയാങ്കരി മലയുടെ അടുത്തായിട്ട് പൂണ്ടി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അടിപൊളി ഒരു ഗ്രാമപ്രദേശമാണ്. അതിന്റെ അടുത്തായിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത്. വെള്ളച്ചാട്ടം നോക്കിയേ, ലൈറ്റ് ആയിട്ട് കാണാം വെള്ളച്ചാട്ടം കണ്ട ദൂരെ നിന്നല്ലേ. ഇപ്പോഴും മഞ്ഞൊക്കെ ഇങ്ങനെ പറന്ന് ഒന്ന് പ്രാർത്ഥിച്ച മഴ പെയ്യല്ലെന്ന ലേസർ കാണാം. ഇത് ലേസർ കാണാൻ എന്ത് രസമായിരിക്കും അറിയാമോ? ഫുൾ ഇരുട്ടില് ഓരോ ഇതായിട്ട് വരും, ഭയങ്കര രസമാണ്. അതൊക്കെ കാണേണ്ട സംഭവം, ലൈഫിൽ കാണാൻ പറ്റൂല ഈ സംഭവം. മഴ പെയ്യല്ലേ. നിങ്ങൾ വേറെ ഏത് കൺട്രി പോയാലും ഇങ്ങനെ ലേസർ ഷോ കാണാൻ പറ്റൂല. എത്ര മനുഷ്യരുടെ ഹൈറ്റ് ആണോ ഇത്? 112 ഇതാണ്. സുരേഷ് ഗോപിയുടെ പൊക്കം 6 അടിയാണ്. അപ്പൊ എത്ര 20 സുരേഷ് ഗോപി ചേരണം.
സത്യല്ലേ 20-30 സുരേഷ് ഗോപി ചേർന്ന് അത്രയും പേര്. അയ്യോ കമ്മലൊക്കെ നോക്കല്ലേ. ശിവന്റെ പ്രതിമയിൽ ഒരു മറ്റേ ചന്ദ്രക്കലയുണ്ട്, പാമ്പുണ്ട്, 2 കമ്മലുകളുണ്ട്, പിന്നെ ഒരു മാല പോലത്തെ ഒരു എന്തുമാത്രം അത് ഈ മഴയത്ത് തിരക്ക്, നല്ല തിരക്കുണ്ട്. ഇത് പക്ഷെ വീക്കെൻഡ് അല്ല, എന്നിട്ടും നല്ല തിരക്ക്. വർക്കിംഗ് ഡേ ആണ്. സത്യം നമ്മൾ ദൂരം നടപ്പോ ചെറുതാന്ന് വിചാരിച്ചു, പക്ഷെ അടുത്ത് നന്ദു ഇവിടെ നിന്നാണ് എല്ലാരും ലേസർ ഷോ കാണുന്നത്. ഇവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ലേസർ ഷോ കാണാൻ കാപ്പി കുടിച്ചു. പക്ഷെ ഇവിടെ എല്ലാരും ഇരിപ്പുണ്ട്, മറ്റേ 6 മണിക്ക് പ്ലേ ചെയ്യുന്ന ഓർത്തിട്ടാണ് എല്ലാരും ഇരിപ്പുണ്ട്. 6 മണിക്ക് പ്ലേ ചെയ്ത് കണ്ടറിയാൻ മഴയുണ്ട്. ഞങ്ങളിപ്പോൾ ഇതിന് ചുറ്റും ഒന്ന് വലം വെക്കാന്ന് വെച്ചു. ഇവിടെയൊക്കെ വീഡിയോ അലൗഡ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വലം വെക്കാന്ന് വെച്ച്. ഇവിടെ ഇല്ലേ യോഗയുടെ സെൻ്ററൊക്കെ ഉണ്ട്. അവിടെയാണ് യോഗയുടെ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അതിന് നേരെ ബാക്കിലായിട്ടാണ് നമ്മുടെ ശിവൻ്റെ ഈ വലിയ സ്റ്റാച്യു ഉള്ളത്. അവിടെ തിരി കത്തിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കഴുത്തിൽ രുദ്രാക്ഷം പോലൊരു ഇതിനകത്ത് സ്റ്റാച്യു എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നത്. ഫുള്ള് സ്റ്റീൽ വെച്ചാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. മൊത്തം കഴുത്തിലൊരു രുദ്രാക്ഷം പോലൊരു മാല വെച്ചിട്ടുണ്ട്. പിന്നെ നാഗത്തിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. കാതിലൊരു കമ്മൽ പോലെയും വെച്ചിട്ടുണ്ട്. ഇത് ലേസർ ഷോയുടെ സമയത്താണ് അടിപൊളി എന്ന് പറഞ്ഞത്. പക്ഷേ ഇനിയിപ്പോൾ മിക്കവാറും ചെയ്യാനായിട്ട് ചാൻസ് ഇല്ല, കാരണം നല്ല മഴ പെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ, നല്ല മഴ. നമുക്കൊരു ചതിയായി പോയി. പക്ഷെ നമ്മൾ ഒന്നുകൂടി ഒന്ന് എടുക്കും, നാളെ അല്ലെ മറ്റന്നാൾ വീണ്ടും വരും. ഇത് കാണാൻ പോകാൻ പറ്റൂല. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ കണ്ട് പാടമൊക്കെ, കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. മരങ്ങളൊക്കെ എടുത്താ, പശുക്കളൊക്കെ മേയുന്നുണ്ട്. എല്ലാ നാട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിച്ചാ, ഇവിടുന്ന് ഇതാണ് നമ്മള് എല്ലാ ആൾക്കാരും ഉണ്ട്. മീൻസ് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എല്ലാ ഏരിയയിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ UK യൂസിന്നൊക്കെ വന്ന കുറച്ച് ആൾക്കാരൊക്കെ വ്യൂസ് കണ്ടാ. ഇനി വേറൊരു കാര്യം, ഗോപിക്ക് ഞാൻ സർപ്രൈസ് വെച്ചിരുന്നാണ്. തിരിച്ച് നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന ഇതിലാണ്, കാളവണ്ടിക്കകത്ത്. ഞാൻ നന്ദുവിനത് പറഞ്ഞിരുന്നു. 10 രൂപ ഉള്ളു. നമുക്ക് ഈ വണ്ടിയില് നമ്മൾ ഇതെങ്ങനെയാണ് പറഞ്ഞു തന്നെ. ഈ വണ്ടിയിൽ ഒരു അച്ഛൻ വരെ കൊണ്ടുപോകും, കാളവണ്ടിയില്ല. ഇത് എവിടെ ചായ കുടിക്കാനായിട്ട്, എന്നിട്ട് അതിൽ തന്നെ തിരിച്ചു കൊണ്ടുവരും. അച്ഛൻ വരെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരും. ഓ, ഇതാ പശുക്കളൊക്കെ മേയുന്നു. ഞാൻ എവിടെ പോയാലും ഈ പച്ചപ്പ്, ഈ പശുക്കൾ, എന്തെങ്കിലുമൊക്കെ മൃഗങ്ങൾ കാണാതിരിക്കത്തില്ല. ഇതാണ് സ്റ്റാച്യുവിന്റെ ബാക്ക് വശം. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഇതെങ്ങനെ ഇത്രയും വലിയ സംഭവം. നമുക്ക് അകത്തേക്ക് ഒരുപാട് അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ ഒരു നമുക്ക് ഇതുപോലെ വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്രയ്ക്ക് അടുത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. ഇതാണ് സംഭവം. നമ്മളില്ലേ ഈ അമ്പലത്തിൻ്റെ ഈ സ്റ്റാച്യുവിൻ്റെ പുറകിലായിട്ട് ഇവിടെ ഒരു കാള വണ്ടിയുടെ സെറ്റപ്പൊക്കെ ഉണ്ട്. അതായത് നമുക്ക് എന്താ സംഭവം ഞാൻ ചോദിച്ചിട്ട് വരാം. അതായത് ഇതുവഴി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ടെക്നോളജി? ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് 10 പേരൊക്കെ ആകുമ്പോഴേ കയറാൻ പറ്റും. നമ്മൾ 3 പേരേ ഉള്ളൂ. 7 പേരൊക്കെ വരുമ്പോൾ ഒരു വണ്ടിയിലേക്ക് കയറ്റി അതുവരെ കൊണ്ടുപോകും, തിരിച്ച് കൊണ്ടുവരാൻ കണ്ടില്ലേ, അതുവരെ കൊണ്ടുവരികയും ചെയ്യും. ഇതെന്തിനാ അങ്ങോട്ട് നമ്മൾ പോകണേ? അവിടെ ക്ഷേത്രമുണ്ട് കാണാൻ. ഓ, ക്ഷേത്രത്തിൽ കാളവണ്ടി കയറി നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റും അല്ലേ? ടിക്കറ്റ് എടുക്കണം ആദ്യം. ഇത് വലിയ കാളയാണ്. നന്ദു, എനിക്ക് ആ ഫോൺ തരണം പ്ലീസ്. എടാ, എത്ര രൂപ? നിങ്ങൾ ആരും പോയി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എടുക്കട്ടെ. ഇതെടുക്കട്ടെ വാ. അല്ല എടാ, ഇതെന്നാ അഭി വാങ്ങിക്കുന്നേ? ഇത് നമ്മൾ പശുവിന് കൊടുക്കാൻ വേണ്ടിട്ട്. ഇതെടാ ഇപ്പഴേ എടുത്തിട്ടില്ലാമോ? അപ്പേ കൊടു. അവിടെ കൊടുത്തിട്ട് അവിടെ കൊടുക്ക്. സാപ്പാട് കൊടുക്കുമോ? അവിടെ കൊടുക്ക്. ഇവിടെ നമുക്കില്ല ഇവിടെ ഇവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് പറ്റും. ഇത് എന്നോട് ശർക്കര ഇത് കൂടെ. ഓക്കെ. അതാടെ കഴിക്കണോ? ഓ, നമുക്ക് കൈ കൊടുക്കാൻ പറ്റില്ല കേട്ടോ. അതൊന്ന് പിടിച്ചേടാ. ഇത് മുഴുവൻ കഴിച്ചടാ. പിടിക്കാൻ പറ്റുന്നുണ്ടോ നിനക്ക്? അപ്പോൾ അത് മുഴുവൻ കഴിച്ച്. ഇതിൻ്റെ തലയിൽ കിരീടമൊക്കെ. നമുക്ക് ഇവിടുന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് ഇവർക്ക് ഇവിടെ തന്നെ കൊടുക്കാനായിട്ട് പറ്റും. എടാ, ആ പശു, ആ കാള നിന്നെ നോക്കുന്നു, അതാണ് പറഞ്ഞ. വാങ്ങിക്കടോ. മുഴുവൻ കഴിച്ചില്ലേ? മുടുക്കന കേട്ടോ. குட் பாய். போடா அண்ணா. இங்கிருந்து நம்ம எங்க போறீங்க? டெம்பிள் அங்க. ஓகே, அப்படியே இப்படி இது எவ்வளவு ஆள் வரணும் போகிறதுக்கு?
ആണോ? ഓക്കെ ഓക്കെ. നമ്മുടെ വണ്ടി നിറഞ്ഞിട്ടുണ്ട്. അപ്പറേ സൈഡ് ഇപ്പറേ സൈഡ് ഇരിക്കാൻ പറ്റും. വണ്ടി എടുത്ത് മാനം നീ ഉണ്ട്. തേമാൻ കൊമ്പത്തിന് പോലെ ലാലേട്ടൻ പോയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്. നമ്മൾ മറ്റേ തമിഴ്നാട്ടിൽ ഏതോ ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേനും ഇതുപോലെ കാളവണ്ടി പോയിരുന്നു. നല്ല ഡൗട്ട് വെച്ചോട്ടോ. നമ്മുടെ പുറകിൽ ഇതുണ്ടോ? മൈലേജ് ഉണ്ടോ? മൈലേജ് കൊണ്ടാ. കാളവണ്ടി കൂടെ പോകുമ്പോഴുള്ള വ്യൂ ആണ്. ആദിയോഗിയുടെ ബാക്ക്. ഇവിടെ നമുക്ക് നടന്നും പോവാം. പിന്നെ അങ്ങ് വരെ പോണോ? അതൊന്നും എനിക്കവിടെ കിലോമീറ്റർ അത്രയും ദൂരം 400 മീറ്റർ അത്രയാണ്. നടക്കുന്നവരുണ്ട്. പിന്നെ ഇലക്ട്രിക് വണ്ടി ഉണ്ടല്ലേ, 30 രൂപ ഒരാൾക്ക്. ഇത് 10 രൂപ കാളവണ്ടിയില്. പക്ഷെ എനിക്ക് ഇത് കൊടുത്ത ഇഷ്ടപ്പെട്ടു. ആഹാരം കൊടുത്തത് അത് മുഴുവൻ കഴിച്ചു. അല്ല ആ ഡപ്പ തിരിച്ചിരുന്നില്ല. വേറെ കുതിരവണ്ടി സോറി കാളവണ്ടി. ഞാൻ കേറിയപ്പോഴേ പറഞ്ഞത് കാള പശു എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞത്. കുതിരവണ്ടിക്കല്ല. എനിക്കുള്ള സാധനം വന്നു. എനിക്ക് വിശക്കുന്നു. ഫുഡ് അതാ ഇവിടെ നമ്മളിപ്പോ അമ്പലത്തിനടുത്ത് കുറേ ഫുഡ് സ്റ്റാൾ ഉണ്ട് കേട്ടോ. നമ്മളിതാ അങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാണ് മെയിൻ എൻട്രൻസ്. നമ്മളിവിടെ വന്ന സമയത്തില്ലേ ഈ ടെമ്പിളിൻ്റെ ഒക്കെ തൊട്ടടുത്തായിട്ട് കുറേ മുറുക്കുകളും സ്നാക്സും ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പം എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചേക്കാന്ന് വെച്ച് നമ്മൾ ഈ മുറുക്ക് വാങ്ങി. പിന്നെ താഴെയുള്ളതാ ഈ സാധനം ഇത് രണ്ട് നമുക്ക് വാങ്ങാം. നമ്മൾ കാളവണ്ടി കയറി വന്നത് ഈ അമ്പലത്തിലേക്കാണ്. ഇവിടെ ധ്യാനലിംഗ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ അകത്ത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ വലിയൊരു പ്രശ്നമുണ്ട്. ഇവിടെ നമുക്ക് ക്യാമറയോ ഫോണോ ലഗേജോ ഒരു കാര്യങ്ങളും അലൗഡ് അല്ല. നമുക്ക് ഒന്നുമേ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ രണ്ടുപേര് വീതം പോകാമെന്ന് വെച്ചാൽ അത് ഞാനും അബിയും കൂടെ പോയിട്ട് എന്താണെന്നുള്ളത് നോക്കിയിട്ട് വന്നിട്ട് ഞാനും നന്ദുവും കൂടെ പോകാമെന്ന് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞുതരാം ഇതിനകത്ത് എന്താ ഉള്ളതെന്നേ. നമ്മളങ്ങനെ ധ്യാനലിംഗയിൽ നിന്ന് പുറത്ത് വന്നിട്ട് അടുത്ത ഇലക്ട്രിക് വെഹിക്കിളാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾ നമ്മൾ കയറിയിട്ടുണ്ട്. അവിടുത്തെ കണ്ട കാഴ്ചകളും എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞുതരാം. ധ്യാനലിംഗം പോയിട്ടുണ്ട്. സൂപ്പർ. ആർട്ടിഫിഷ്യലായിട്ട് അതിൻ്റെ അകത്ത് ഒരു വാട്ടർഫോൾസ് വെച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും കുളിക്കാൻ പറ്റും. 20 രൂപ എന്തോ പേ ചെയ്താൽ മതി. അടിപൊളി സംഭവം. നല്ല രസം. അടിപൊളി. ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. നമുക്കില്ലേ അതിനകത്തോട്ട് പോകുമ്പോഴത്തേനും ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ലഗേജോ ഒരു ഫോണോ ഒന്നും നമുക്ക് അലൗഡ് അല്ല. എനിക്കൊന്നും അവിടെ സ്റ്റേ ചെയ്യുന്നവർക്കോ അവിടെ യോഗ ചെയ്യാൻ പെർമിഷൻ ഉള്ളവർക്കൊക്കെ പാസ് എടുക്കുന്നവർക്ക് മാത്രമാണ് ഇതൊക്കെ കൊണ്ടുപോകാനുള്ള അലൗഡ് ഉള്ളത്. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോയതല്ലേ. അപ്പം നമുക്ക് ഫുൾ കയ്യിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ നമ്മൾ നടന്ന് ജസ്റ്റ് കയറുന്നു. അത് കഴിയുമ്പോഴത്തേനും ഒരു സ്റ്റെപ്പ് പോലെ എന്നിട്ട് ഒരു സിറ്റിംഗ് ഏരിയ ആണ്. അവിടെ എല്ലാവരും ഒരുമിച്ചിരുന്ന് യോഗ ചെയ്യും. മീൻസ് ഓരോരുത്തർക്കും ഓരോ ഗ്യാങ് ആയിട്ട് വരുന്നവരുണ്ടായിരിക്കും, സിംഗിൾ ആയിട്ട് വരുന്നവരുണ്ടായിരിക്കും. എല്ലാവരും യോഗ ചെയ്യുന്നതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. നല്ല സൈലൻസ്. നമുക്ക് അവിടെ സൗണ്ട് വെക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ കുളിക്കാനായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അത് ആർട്ടിഫിഷ്യലി അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമാണ് കാണാനായിട്ട്. വലിയ ആഴമില്ല, ഒരു കാലിന്റെ അത്രേ ഉള്ളൂ ആഴം. പക്ഷെ ഭയങ്കര രസമാണ് അത് കാണാൻ. അത് ഈ ശിവലിംഗം 3 ഉണ്ട്. മുകളിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്. നമുക്ക് എന്നിട്ട് പെർമിഷൻ എടുത്തിട്ട് പോയി കുളിച്ചിട്ട് തിരിച്ചു. നമ്മുടെ ശിവഭഗവാനെ ചുറ്റുന്ന പോലെ വെള്ളത്തിലാണ് ആൾക്കാർ ഇതിന്റെ അകത്ത് ചുറ്റുന്നത്. ഈ ശിവലിംഗത്തിനെ ചുറ്റുന്നത് ആദ്യമായിട്ടാണ് അത് കാണാൻ പറ്റുന്നത്. നല്ല രസമുണ്ട്. അതിന് പുറകിലോട്ട് എന്തൊക്കെ ഉണ്ട്. 3 ക്ഷേത്രം കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ ലേസർ ഷോ മിസ്സാക്കാൻ പറ്റില്ല. ലേസർ ഷോ ഉണ്ടെന്ന് പറയുന്നുണ്ട് മഴ പെയ്താലും. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തിച്ചേരണം. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോകുന്നു. എന്ത് രസമല്ലേ. നമ്മൾ അങ്ങോട്ട് സ്പീഡ് വരുന്നല്ലേ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും. ഇരുട്ടി തുടങ്ങി പയ്യെ ഒരു കൾവണ്ടി ഇതുപോലത്തെ വണ്ടിയിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അടുത്ത കൾവണ്ടി. We welcome you all to Adiyogi Divya Darshan. Adiyogi Divya Darshan is a profound depiction of Adiyogi's unparalleled contribution to humanity, the science of yoga. ലേസർ ഷോ തുടങ്ങാനായിട്ട് ടൈമായി.
15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were to the deepest innards of creation. And made her a part of himself, and hence he is the Ardhanari, the ideal man, where one half of him is woman. To move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority. Mahadevaya Namaha, Mahadevaya Namaha, Mahadevaya Namaha. ഗായ്സ്, നമ്മളങ്ങനെ ആദിയോഗിയുടെ ലേസർ ഷോ കണ്ടു. ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരുപാട് ഇഷ്ടപ്പെടുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.